വയനാട് മാനന്തവാടി ഇടവക പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച ട്രൈബൽ പ്രൊമോട്ടർമാർ പിരിച്ചുവിട്ട ട്രൈബൽ പ്രൊമോട്ടർ മഹേഷ് കുമാറിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം. ആദിവാസി സ്ത്രീയായ ചുണ്ടമ്മയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് ലഭിക്കാതിരുന്നതിൽ ഇടപെട്ടില്ലെന്നാരോപിച്ചാണ് മഹേഷ് കുമാറിനെ പിരിച്ചുവിട്ടത്. സംഭവത്തിൽ വാർഡ് കൌൺസിലർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. നമ്മുടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ പ്രൊമോട്ടറെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടു. ഇവിടുത്തെ സമ്മർദ്ദം മൂലമാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൊമോട്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട അവസ്ഥ വന്നത്. അത് വളരെയധികം പ്രതിഷേധം അർഹിക്കുന്ന ഒന്നാണ്. കാരണം അതേ തെറ്റ് തന്നെയാണ് ഇവിടെ വാർഡ് മെമ്പറും ചെയ്തിരിക്കുന്നത്. പക്ഷേ വാർഡ് മെമ്പറുടെ പേരിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ പ്രൊമോട്ടറെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ആദിവാസി വിഭാഗത്തെ ആകെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടുള്ള പഞ്ചായത്ത് തീരുമാനത്തെ ഞങ്ങൾ വയനാട് ജില്ലയിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ മുഴുവൻ പ്രൊമോട്ടർ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇന്നിവിടെ നടത്തുന്ന വിരോധം. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഉപരോധം തുടരുകയാണോ? എന്തൊക്കെയാണ് സമരക്കാരുടെ ആവശ്യം? അതിന് തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന ആശയവുമായി CPM അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു. പഞ്ചായത്തിനും അതുപോലെ വാർഡ് കൗൺസിലറിനും ഒക്കെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമായിരുന്നു ചുണ്ടമ്മയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകാൻ ആംബുലൻസ് ഒരുക്കുക എന്നത്. സാങ്കേതികമായി ട്രൈബൽ പ്രൊമോട്ടർ ഇത് ആവശ്യപ്പെട്ടെങ്കിലും ആ സമയത്ത് ഈ ആംബുലൻസ് ഇല്ലാത്തതാണ് ഈ ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങളിലേക്ക് ഉള്ള നടപടികളിലേക്ക് പോയത്. ഈ സമയത്ത് കൃത്യമായും പഞ്ചായത്ത് ഭരണസമിതി UDFന്റെ പഞ്ചായത്ത് ഭരണസമിതി ഇതൊരു രാഷ്ട്രീയ ഉപകരണമാക്കി ഈ സംഭവത്തെ മാറ്റുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇവർ സമരവുമായി ട്രൈബൽ ഓഫീസിലേക്ക് വന്നത്. അതിനു പകരം പഞ്ചായത്തിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഉണ്ടായിരുന്ന ആംബുലൻസോ അല്ലെങ്കിൽ മറ്റു വാഹന സൗകര്യങ്ങളോ ഒരുക്കി മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടി UDFന്റെ ഭരണസമിതി എടുത്തില്ല, വാർഡ് കൗൺസിലർ എടുത്തില്ല. അത് മറച്ചു വയ്ക്കാനാണ് ഇപ്പോൾ ആ സംഭവം ആ വീഡിയോ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഇത് വലിയ വിവാദമാക്കിയതെന്നായിരുന്നു CPMന്റെ ആക്ഷേപം. അതുപോലെ തന്നെയാണ് ഈ മഹേഷിനെ പിരിച്ചുവിട്ടതോടെ ഈ മഹേഷ് അല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ പ്രശ്നത്തിലെ കാരണക്കാരൻ. മഹേഷിന് വീഴ്ചയുണ്ടായിട്ടുണ്ട്, അത് മനസ്സിലാക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ ഉത്തരവാദികളാണ് UDFന്റെ പഞ്ചായത്ത് ഭരണസമിതി. അവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഇപ്പോൾ ട്രൈബൽ പ്രൊമോട്ടർമാരുടെ മാനന്തവാടിയിലെ ഈ കൂട്ടായ്മ ഈ സമരത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് CPMും രാഷ്ട്രീയമായിട്ട് വലിയ പ്രതിരോധമായി ഉയർത്തുന്നുണ്ട്. മന്ത്രി OR കേളു, പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു അടക്കം ഈ രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. UDF രാഷ്ട്രീയം കളിക്കുകയാണ് ഇത്തരം അവസരത്തിൽ, ഇത് ശരിയല്ല, ഈ കാര്യത്തിൽ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്, പ്രായോഗികമായാണ് ഇടപെടേണ്ടത്. തെറ്റുപറ്റി ട്രൈബൽ പ്രൊമോട്ടറുടെ ഭാഗത്തെങ്കിൽ അതിന് നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ടാണ് പ്രാഥമികമായിട്ട് മഹേഷിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. ഇത് ശരിയല്ല, ഇത് അദ്ദേഹത്തെ ബലിയാടാക്കുകയാണെന്ന ആരോപണം ഉന്നയിച്ചാണ് ട്രൈബൽ പ്രൊമോട്ടർമാർ ഇപ്പോൾ പ്രതിഷേധ രംഗത്തുള്ളത്. സമരം ഇപ്പോഴും തുടരുകയാണ്. അതിര ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ വയനാട്ടിൽ നിന്ന്.